ഹായ് കൂട്ടുകാരെ, ഷിജു ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ഞങ്ങള് ചെയ്യാൻ പോണ എന്താന്ന് വെച്ചെന്നാ പ്ലാനിങ് ശരണ്യ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ചീര വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചീര ഇവിടെ ഒന്നും കിട്ടാനില്ല, മാമ മൊത്തം നടന്നിട്ട് ചീര കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്യാനാണ് കൂട്ടുകാരെ, ചേർത്തലേ കിട്ടും, എന്നും ചീര ഉള്ളതാണ് ചേർത്തല. അപ്പൊ ഞാൻ ആണെങ്കിൽ ഒന്ന് കട വരെ നമ്മുടെ കുറച്ച് സാധനം ചേർത്തലല്ല പള്ളിപ്പുറത്തൊരു കട ഇച്ചിരി സാധനം കൊടുക്കാൻ പോണം. അപ്പൊ അതിന് ഞാൻ പോണ വഴി ഞാൻ ചീര മേടിക്കാന്ന് തീരുമാനിച്ചു. ഇത് കണ്ട ഉടനെ ഉടുപ്പൊക്കെ എടുത്തിട്ട് റെഡിയായിരിക്കുകയാണ്. ആ വഴി ഞങ്ങളുടെ അമ്മായിയും കൂടെ ഒന്ന് കണ്ടേക്കാവുന്ന. അതെ, അപ്പൊ നമ്മുടെ അമ്മായിക്ക് മേലാതെയൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ കോട്ടയം ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല അമ്മായിക്ക്, എന്നാലും നമ്മൾ പോയി കാണണ്ടേ. അപ്പൊ ഞങ്ങൾ അവിടെ വരെ പോകുന്നുണ്ട്. അപ്പൊ ചീര മേടിച്ചോണ്ട് വരാം. അപ്പൊ ഇന്നത്തെ പാചകമാവും. അതെ, പിന്നെ കൂട്ടുകാര് പറഞ്ഞ പിന്നെ നമ്മളെ പുത്തനമ്പലത്തിലുള്ള ഒരു സനലിയേട്ടനെ കണ്ടായിരുന്നു. സനലിയേട്ടന്റെ അമ്മ കുമാരി ചേച്ചി, കുമാരി അമ്മയ്ക്ക് ഒരു ഹായ്. പിന്നെ കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ കൂട്ടുകാർ പറഞ്ഞായിരുന്നു. ഒന്ന് മുരിങ്ങയില മുട്ടയും കൊണ്ട് മുരിങ്ങയില കിട്ടാനില്ല, എവിടെയും തിരക്കി അത് വെക്കും. അതുപോലെ തന്നെ കൂട്ടുകറി, അതെല്ലാം കൂട്ടുകറി, വെജ് സമൂസ, അതെല്ലാം. പിന്നെ ചിക്കൻ ഫ്രൈ. ചിക്കന്റെ മറ്റുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്നാലും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ കൂട്ടുകാരെല്ലാം കൂടെ ഇന്നലെ കമന്റ് ഇട്ടായിരുന്നു കപ്പക്കറി വെക്കുന്നത്. കപ്പക്കറിയില് കൂട്ട് ചേർക്കുന്നത് ഞാനോടത്ത് കൂട്ടുകാർക്കെല്ലാം അറിയാമായിരിക്കും, കപ്പക്കറി വെക്കണ അറിയാമായിരിക്കും. അതാ ഞാൻ കാണിക്കാഞ്ഞ്, പരിപ്പെല്ലാം ചേർത്തത് കാണിക്കാഞ്ഞ്. അപ്പൊ അടുത്തൊരു വീഡിയോക്കത്തെ കപ്പയും മൈദാദോശയും ഉണ്ടാക്കി കാണിക്കാം. അത് സൂപ്പർ മൈദാദോശയും കപ്പയും ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി. ഇനി ഒരു ദിവസം നമ്മളത് ചെയ്യുന്നതാണ്. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ അരി ദോശയായിരുന്നു. ഇതിപ്പോ ശരണ്യ തന്നെ പറഞ്ഞു കുറെ നാളായി ഈ വീട്ടിൽ ചീര മേടിച്ചിട്ട്. കാരണം ചീര സീസണായി വന്നതേ ഉള്ളു. കാരണം വൃശ്ചിക മാസം കഴിയുമ്പോഴാണ് അങ്ങോട്ട് ചീരയാകണത്. എന്നാലും ചേർത്തലേ കിട്ടും. അപ്പൊ നമുക്ക് പോണ വഴി അമ്മായിയുടെ വീട്ടിൽ കയറുന്നുണ്ട്, അവിടെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓടി വന്നിട്ട് നമുക്ക് ചീരയുടെ വീഡിയോയിലേക്ക് പോകാം അല്ലേ? അപ്പൊ നമുക്ക് പോയേക്കാം, അമ്മായിയുടെ വീട്ടിലേക്ക് ആദ്യം പോയേക്കാം, എന്നിട്ട് വന്ന് ചീര ചെയ്തേക്കാം. അപ്പൊ കൂട്ടുകാർ റെഡിയല്ലേ? അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോയേക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ. ചേർത്തലെല്ലാം പോയി ഒന്ന് കറങ്ങിയിട്ടെല്ലാം വരുന്ന വീഡിയോ കാണിച്ചേക്കാം. ചേർത്തല ചെല്ലുമ്പോ കാണിക്കത്തില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഞങ്ങൾക്കൊക്കെ സുഖം തന്നെയാണ്, നിങ്ങൾക്ക് സുഖം തന്നെയാണ് കരുതുന്നു. അപ്പൊ ഒത്തിരി പറഞ്ഞു തരുന്നില്ല, വാ കൂട്ടുകാരെ നമുക്ക് പോയേക്കാം. കാണാൻ പോണം. ഇപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ശാരികയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഇവിടെ വരുന്നത് ആദ്യമാണ് കേട്ടോ. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾ ഒന്നിച്ച് ഈ വീട്ടിൽ വന്നിട്ടില്ല. അമ്മായിയുടെ വീട്ടിൽ പോകാറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അമ്മായിക്ക് മേലാത്ത കാരണം മകളുടെ വീട്ടിലാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ട, ഇതാണ് വീട്. ആരെയും ഇവിടെ കണ്ടില്ല, നമുക്ക് വിളിച്ച് നോക്കാം. പുറത്താരും കണ്ടില്ല. അപ്പോൾ അതേ ശാരിയൊക്കെ വന്നു എന്നെ കണ്ടപ്പോഴെ കെട്ടിപ്പിടിച്ച് ഞങ്ങളെ അകത്തോട്ട് കയറി ബാക്കി വിശേഷം കാണിച്ചു തരാം. ഇവിടെ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. നമ്മുടെ അമ്മായിനെ കണ്ടില്ല കേട്ടോ, നമ്മൾ വന്നെങ്കിലും അമ്മായി ഞങ്ങൾ തിരക്കിയപ്പോൾ ഞങ്ങളെ കണ്ടത് അകത്തുനിന്നതേ വരുന്നുണ്ടെന്ന് പറഞ്ഞതേ കണ്ട. ഇതാണ് നമ്മുടെ അമ്മായി, ശാരദ അമ്മായി. അപ്പോൾ കൂട്ടുകാരത് നമ്മുടെ ശാരിയുടെ മകനാണ്, അർജുനാണ്. നമുക്ക് പുറകെ അർജുനെ പരിചയപ്പെടുത്താം. അപ്പോൾ അർജുനും ഞങ്ങളുടെ അടുക്കലായിട്ട് ഓടിയെത്തി. എൻ്റെ ഒരേ ഒരു അമ്മായിയാണെന്ന് പറയാൻ, വേറെ രണ്ടമ്മായിമാരുണ്ട്, ചങ്ങനാശ്ശേരിയിലുമാണ്, ഒന്ന് മുഖമ്മേലുമാണ്. അപ്പോൾ അമ്മായിക്ക് മേലെന്ന് അറിഞ്ഞിട്ട് കാണാമെന്നതാണ്.
അതാണ് അമ്മായിയുടെ മകള്. അപ്പൊ കൂട്ടുകാരെ എല്ലാരെയും പരിചയപ്പെടുത്തി തരല്ലേ? അമ്മായിയുടെ പേര് പറഞ്ഞു, അമ്മായിയുടെ പേര് പറഞ്ഞു കൊടുത്ത. അതെ, എല്ലാ ഷാകുട്ടിയാണ് അല്ലേ? ഞാൻ വ്യത്യാസമാണ്. വ്യത്യാസം. അതെ അതെ അതെ. ഇപ്പൊ വീഡിയോ എടുക്കുന്നത് നമ്മുടെ അർജുപ്പനാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റിയല്ല, ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു തരാം. അതുവരെ അങ്ങനെ കണ്ടത്. ഇതാണ് നമ്മുടെ ഇപ്പൊ ക്യാമറ എടുത്ത അർജുപ്പൻ. എത്രയിലാണ് പഠിക്കണം എന്നൊന്ന് പറഞ്ഞു കൊടുത്ത്? 6ാം ക്ലാസ്സിൽ. ഇങ്ങനെ ഇരിക്കണമെങ്കിലും ആള് നല്ല പുലിയാണ് കേട്ടോ അല്ലേ? വേറെ ജിമ്മിൽ പോണുണ്ടല്ലേ, പിന്നെ കരോട്ട ക്ലാസ്സിന് പോണുണ്ട്, പിന്നെ നീന്തലൊക്കെ പഠിക്കാൻ പോയതൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ഒത്തിരി. പിന്നെ ശാരിക എന്ന് വെച്ചാൽ കൂട്ടുകാരെ, ഞാനും ശാരികയും കൂടി ഒന്നിച്ച് പഠിച്ചതാണ്. അങ്ങനെയും കൂടി അതെ, ഞങ്ങൾ ഒരേ പ്രായമാണ്. ആ അതെ, അതാണ് ശാരികയുടെ മകൾ. ഒന്ന് പേര് പറഞ്ഞു കൊടു. ആ, എത്രയിലാണ് പഠിക്കണം? 10ാം ക്ലാസ്. എനിക്ക് ഒരു സ്റ്റോക്ക് വന്നു കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് എൻ്റെ മോള് ഇവിടെ കൊണ്ടുവന്നിവിടെ ഇരുത്തിയിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് അതാണ് ഞങ്ങള് ഇന്ന് വരാൻ കാരണം. അമ്മായിനെ കാണാനായിട്ടാണ് വരാൻ. എന്നെ കാണാൻ വന്നാണ് ശരണ്യ ഷിജു. അമ്മായി യഥാർത്ഥത്തിൽ പട്ടണക്കാടാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയാണ്. എല്ലാവർക്കും ടാറ്റായൊക്കെ കൊടുത്ത് ഇനി ചീരയും മേടിച്ച് വേണം വീട്ടിലോട്ട് പോരാൻ. അമ്മ ഇറങ്ങ് ശരണ്യ. ആണോ? ഞാൻ പിടിക്കാം. അമ്മ അകത്താണ്. അമ്മ അപ്പൊ കൂട്ടുകാരെ, നമുക്ക് ചീര കിട്ടിയിട്ടുണ്ട്. അതെ, ചീര അയിലയും പോയ വഴി മേടിച്ചിട്ടുണ്ട്. അയില കറി വെക്കണ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് ചീര കറി വെക്കണ വീഡിയോയിലേക്ക് പോകാം അല്ലേ? നമ്മുടെ ശരണ്യതേ അടുക്കളയിൽ വന്ന്. അപ്പൊ കൂട്ടുകാരെ, ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടായി എല്ലാവർക്കും? അതെ അതെ. അപ്പൊ ഇത് എടുത്തതാണ്. അപ്പൊ കൂട്ടുകാരെ അല്ലേ, അതിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ കൂട്ടുകാരെ. ഇപ്പൊ അമ്മയെ കൊണ്ട് നമുക്കിത് ഉപ്പ് വെള്ളത്തിലും മഞ്ഞ വെള്ളത്തിലും ഈ ചീര ഒന്ന് കഴുകിപ്പിച്ച് എടുത്തോണ്ട് വരാം. അപ്പൊ എന്നിട്ട് ബാക്കിയുള്ള വിടാം. അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യും കേട്ടോ. അതെ, നമുക്ക് 100 രൂപയ്ക്ക് ഇത്തരം അയല കിട്ടിയിട്ടുണ്ട്. അതെ, ശരണ്യ ഇതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി എടുത്തിടുന്നുണ്ട്. പൈപ്പ് ഇറക്കാൻ പോണം. ഉപ്പിടണ്ടേ? ഉപ്പെടുത്തില്ല. ഉപ്പെടുത്തോണ്ട് വന്നിട്ട് അപ്പൊ പൈപ്പൊക്കെ ഒന്ന് തുറന്ന് ഇതിങ്ങനെ വേണം നമുക്കിനി കഴുകിയെടുക്കാം. കുറച്ച് ഉപ്പിടുക. ഇനി ഉപ്പിട്ടിട്ട് ഞാൻ കഴുകി എടുത്തിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ കൂട്ടുകാരെ കണ്ടത് നമ്മുടെ ശരണ്യ ഇരുന്ന് ചീര അരിഞ്ഞോണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ടാണ് അരിഞ്ഞോണ്ടിരിക്കുന്നത്. അത് തന്നെയല്ലേ, സുന്ദരി കുട്ടിയായിട്ടല്ലേ ഇപ്പൊ ഇരിക്കുന്നത്. അച്ഛൻ വന്ന് എന്താണ് പരിപാടി? ചീര അരിയാ? അടിപൊളി ചീരയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ചീരകളല്ലേ കിട്ടിയിരിക്കുന്നത്? അതെ അതെ അതെ. നാടാണെങ്കിലും കുഞ്ഞ് വരവാണെങ്കിലും ചീരൊക്കെ ചീര ചീര തന്നെയാണ്. നമ്മൾ വെള്ളത്തിട്ട് കഴിയാം, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാ. അതെ അതെ അല്ലെ, സാധാരണ അങ്ങനെയാണ് കൊണ്ടുവന്ന് ചെയ്യാറുള്ളത് ഇവിടെ. അതെ 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 അതെ. അമ്മയാണ് കഴിയുക. അമ്മയാണ് കഴിയുക. കഴിയാലും മകള് കഴിയാലും കഴിയല്ല. അതെ അതെ. ശരണ്യ അരിഞ്ഞു തീരാറായ? അച്ഛനെന്തോ പറയാൻ വന്നല്ലേ, പറ. അമ്മായിയുടെ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് വിശേഷം? അച്ഛനെയും അമ്മയെല്ലാം തിരക്കീന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞ് അവർക്ക് സ്ഥിരം തന്നെയാണ്. ശാരി ഉണ്ടായിരുന്നോ? പിള്ളേരൊക്കെ ഇന്ന് ആലപ്പുഴ ജില്ല അവധിയാണ്. ഇതാണ് ആയില്യാണ്. ഞങ്ങളുടെ സ്ഥലം ആയില്യാണ്. അതെ അതെ അതെ. നമ്മുടെ അമ്മയെത്തിയല്ല. ഇല്ല ഇല്ല. ജോലി പ്രൈവറ്റ് കമ്പനി അവിടെ പോകുമല്ലോ. അതന്നെയല്ല, ഈ ജില്ലയിലല്ല. അതെ അതെ. ജില്ല എറണാകുളം ജില്ലയിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട്
നാളെ പോരി. അമ്മയ്ക്ക് എങ്ങനെ മരുന്നൊക്കെ ഉണ്ടോ? ആ ഉണ്ട്. ആ ഞാൻ സഹായിക്കണം. അപ്പൊ ഞാൻ അറിഞ്ഞോളാം. എനിക്ക് ഇരുന്ന് അരിഞ്ഞോളാം. അല്ലെ എപ്പോഴെപ്പോഴും എന്നോട് പറയുമല്ലോ അരിഞ്ഞു തരാനും അല്ലെങ്കിൽ അച്ഛൻ അറിയാൻ പറ്റത്തില്ല. അതെ അതെ ചെന്നൈക്ക് അത് ഇഷ്ടമായിട്ട് തോന്നി. നല്ല സുഖമാണല്ലോ, ഇലയല്ലേ അല്ലെ കടിയൊന്നും അല്ലല്ലോ. അതെ കൂട്ടുകാരെ അറിയാല്ല, ഏറ്റവും ലാസ്റ്റ് ഇതെല്ലാം അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കും. അതാണ് കാരണം വേറെ ഒന്നുമല്ല, അച്ഛൻ ഏറ്റെടുത്തത് തന്നെയാണ്. അത് അച്ഛൻ പറഞ്ഞു, ഞാൻ അരിഞ്ഞ കണ്ടപ്പോ അച്ഛന് കൊതി തോന്നി. അച്ഛൻ പറഞ്ഞു ശരണ്യ ഒന്ന് അരിഞ്ഞു തരൂ, അരിയാൻ തരൂ. അപ്പൊ ഞാൻ അല്ല ഞാനപ്പം പറഞ്ഞു അല്ല ശരി അച്ഛൻ അരിഞ്ഞോ, ഞാൻ അടുക്കി തരാം നോക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അച്ഛനും മകളും കൂടി പണി തുടങ്ങി. അല്ലെങ്കിൽ ഞങ്ങൾ അച്ഛനും മകളെ ചേർത്തു. അമ്മ ശരിയല്ലേ? അങ്ങനെയല്ല പറഞ്ഞു വരുമ്പോ എല്ലാത്തിനും ഞങ്ങൾ അച്ഛനും മകളും അല്ല ഒരു കമ്പനി. ആണോ? അപ്പൊ ഞാനും അമ്മയും ഒരു കമ്പനി. അങ്ങനെയാണോ? അല്ല ഞങ്ങളെല്ലാരും ഒരു കെട്ടാ. ഞങ്ങൾ രണ്ടും കൂടിയാ എന്നാ പറഞ്ഞറിയോ, ഞാൻ സഹായിച്ചു കൊടുക്കണം. അതിനാണ് ഈ പറയണത്. അച്ഛനെ പൊക്കിയാന്ന് വെച്ചാ അതെ രണ്ടുപേരും സഹായിക്കും. ഞാൻ അമ്മക്കാട്ടി ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന അച്ഛനാ കേട്ടാ. എന്നെ അങ്ങോട്ട് ഓടി വരും. അമ്മ തേങ്ങ ചെരണ്ടാണ്. അതെ അതെ ചുമ്മാ രണ്ടുപേരും സഹായിക്കും കേട്ടോ. വെറുതെ പറഞ്ഞതാണ് കേട്ടാ. തമാശയാണ് കേട്ടോ. സീരിയസാക്കി വലിയ വഴക്കാക്കല്ലേ. ശരണ്യ വെറുതെ പറയണാണ് അതൊക്കെ. ഞങ്ങളിവിടെ 4 പേരും ഞങ്ങളത് കാര്യത്തിൽ പിടിക്കേ. അതെ ഞങ്ങൾ 4 പേരും ഒറ്റക്കെട്ടാണ് അല്ലേ? എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞങ്ങളത് ആ ഒരു വിഷയം ഇല്ല. ഇല്ല അത് ഞങ്ങളോട് വഴക്കും പഴക്കും അങ്ങനൊന്നും ഇല്ലല്ലോ. തമാശ ചിരി മാത്രം. അതെന്നാ കാണിച്ചു അത് കണ്ടോ അമ്മ? എപ്പോഴും വരത്തില്ല, ഒറ്റ വരത്തുള്ളു. എന്താ വിഷയത്തിൽ കഴിയുമ്പോഴല്ലേ അറിയണേ. ആണോ അതേനെ അച്ഛനെ ഏൽപ്പിച്ചത്. അച്ഛനെ ഏൽപ്പിക്കാൻ കഴിഞ്ഞാൽ അച്ഛൻ തീരെ ചെറുതായിട്ടൊക്കെയാണ് അരിയാൻ തുടങ്ങിയത്. ഞാൻ കാണിച്ചു കൊടുത്തു, ഗുരു കാണിച്ചു, ശിഷ്യൻ അത് ചെയ്തു. ഞാൻ പോയിട്ട് ഒരാളെ വിളിക്കുന്ന ഗുരു അത് ചെയ്ത ചട്ടി, അത് ഇന്നലെ മടിച്ചു ചട്ടി. ആ ചട്ടി ഒന്ന് കാണിച്ചു കൊടുത്തേ കൂട്ടുകാരെ. അമ്മ ഞാൻ ചട്ടി ഒന്ന് കാണിച്ചു. ചട്ടിയെ ചൂടാവാൻ വേണ്ടി ശരണ്യ ഞാൻ പറയാൻ പോയത് ഇത് വെച്ചല്ല, ഇനി എന്താന്ന് ചെയ്യണം? ഇനി കടുക് കുറക്കണം. വെള്ളം ഉണ്ടായിരുന്നല്ല അത്രയും. ചട്ടി കഴുകിയതല്ലേ. ചട്ടിയിൽ ഏതാണ്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താണ് ഓരോ സ്ഥലങ്ങളിലും ചട്ടി ചേമ്പുംതാളിട്ട് തിളപ്പിക്കണം ആണല്ലേ? ചെവിയൊക്കെ ഉള്ള ചട്ടിയാണ് അല്ലേ? അപ്പൊ അതൊക്കെയാണ് അമ്മ ഇപ്പൊ കാണിക്കുന്നത്. കണ്ട അടിപൊളി ചട്ടി. അപ്പൊ എല്ലാവർക്കും മോര് കാച്ചാണ്. ഞങ്ങൾക്ക് ഏത്തപ്പഴത്ത് കാച്ചിന മോര് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ആഴ്ച 3-4 ദിവസവും നമുക്ക് മോര് കാച്ചിയതാണ്. അത് ശരണ്യ കാണിച്ചായിരുന്നു. കണ്ട ഈ ചട്ടിയൊക്കെ ആദ്യം ചേമ്പും താളില് ഇട്ട് ഒന്ന് വേവിച്ച് വെക്കും അല്ലേ? ഇതിന്റെ ഇവിടെ പിടിച്ചിട്ട് വെയിലത്ത് കൊണ്ട് വെക്കും. ആണല്ലേ? അങ്ങനെയൊക്കെയാണ് ചട്ടി ശരിയാക്കി എടുക്കണം. അപ്പൊ അങ്ങനെ എണ്ണ ഒഴിച്ചല്ലേ? പിന്നെ കരിക്ക് തന്നെയാണ് അച്ഛൻ കരിക്ക്. അതെ അമ്മ നേരത്തേക്ക് ഞാൻ ഈ ചട്ടിയുടെ ഉമ്മി കരിക്കുമായിരുന്നു. അങ്ങനെയാണ് ചട്ടി ആദ്യമായിട്ട് കരിച്ചിട്ടാണ് എടുക്കണം. പക്ഷെ ഇപ്പൊ ഉമ്മി ഇല്ല. അത് കാരണം താള് അല്ല കപ്പ ഒഴുങ്ങും. അതെ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി കടുക് പൊട്ടിക്കണം അല്ലേ? കടുക് പൊട്ടിക്കണം. അപ്പൊ ഇനി കടുക് ഇടാനായല്ലേ? എണ്ണയൊക്കെ ചൂടായി. കടുക് വേണം. അതുകൊണ്ട് പൊട്ടാത്തെ. അതെന്താണ് പൊട്ടാൻ ഇത്ര താമസം? ചട്ടിയായോണ്ടായിരിക്കും. എണ്ണ ചൂടായി പക്ഷെ പൊട്ടുന്നില്ലല്ലേ? പൊട്ടുന്നില്ല. അത് ചട്ടി ആയോണ്ടാണ്. ചട്ടിയായോണ്ടായിരിക്കും. ഞാൻ ചട്ടിക്ക് ആദ്യമായിട്ട് ദൂരം വെക്കുന്നത്. ചട്ടിയില്ലല്ലേ? എന്താണ് കടുക് പൊട്ടാത്ത? പൊട്ടണുണ്ടോ? പൊട്ടിയാ? ശരണ്യ ഇളക്കി നോക്കിയാണ് എന്താണ് കടുക് പൊട്ടണ ഒച്ച അങ്ങോട്ട് നമ്മുടെ പുതിയ
ചട്ടിയല്ലേ ആ അപ്പൊ ചിലപ്പോ ഇതിൽ വെള്ളം വെക്കും. പിന്നെ കൂട്ടുകാരെ അത് അച്ഛൻ എവിടെയോ പോകാനായിട്ട് പോകുന്നു അല്ലേ? അച്ഛൻ പോയി ആ ഇപ്പൊ നമുക്ക് ഉണക്കമുളക് കടുക് പൊട്ടിയിട്ടുണ്ട്. ആ. കയ്യും കൊണ്ട് പൊട്ടി. ആ നമുക്ക് ഇനി ഉണക്കമുളക് ഇടാം. ആ എന്തിട്ടിട്ടും ആ ഒരു ഷുറോ എന്നുള്ളൊരു സൗണ്ട് ഇല്ലല്ലേ? എന്തോ ചട്ടി ചടിച്ചെന്നാ തോന്നുന്നത്. സാധാരണ നമ്മൾ മറ്റു പാത്രത്തിലൊക്കെ ആണെങ്കിൽ എന്ത് ബഹളാണല്ലേ? അത് ചട്ടിക്കകത്ത് വെക്കുന്ന ഉപകാരം മൂത്ത് തെറിക്കത്തില്ല. ആ അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. എന്നാ അടുത്ത സാധനം എടുത്തിട്ടോ. ഈ ചുമന്നുള്ളി ആ അരിഞ്ഞത് കടുക് വെക്കുന്നത്. അതിട്ടപ്പോ ഇച്ചിരി സൗണ്ടൊക്കെ വരാൻ തുടങ്ങി. അത് പൊട്ടി. അപ്പൊ ചെറുതായിട്ടൊന്ന് മൂക്കണം. ശരണ്യ ഉണ്ടോ? ചട്ടിയിൽ ചെയ്യണ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടല്ലേ? ഭംഗിയുണ്ട്. അല്ലേ? നല്ലൊരു ഭംഗിയുണ്ട്. കണ്ട അമ്മയും പറയണു നല്ലൊരു ഭംഗിയുണ്ട്. അപ്പൊ നമുക്കിനി ചീര ഇടാം. ആ ഇത് ആയിട്ടുണ്ടല്ലേ? ആയിട്ടുണ്ട്. ഒത്തിരി അപ്പൊ കൂട്ടുകാരെ കണ്ട ചീരയൊക്കെ അരിഞ്ഞൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി ചീര ഇടിയാണ്. ഈ ചട്ടിയിൽ കൊള്ളുവോ ഈ ചീര? ചിലപ്പോ ചീര ഇല്ലേ ഒതുങ്ങി കിട്ടുമല്ലേ? ഒതുങ്ങി കിട്ടും. നമ്മള് വെള്ളം ഒഴിച്ച് കഴിയുമ്പോ ആ വെള്ളമല്ല ആ ഈ വെള്ളം ചീരയുടെ വെള്ളം കഴിയുമ്പോ പറ്റി കഴിയുമ്പോ ഇച്ചിരി ഇത്തരം ചീരൊന്നും കാണത്തൊന്നും ആ ഇല്ല. ആ പിന്നെ നമ്മൾ വെക്കാൻ ഉത്തരം വെക്കുക. ആ നേരാ. നമുക്കിത് ഒരു മൂടിക ഉണ്ടായിരുന്നല്ല ചട്ടിയുടെ തന്നെ, അതൊക്കെ പോയാ? അത് അമ്മയുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. ആണല്ലേ? അപ്പൊ നമ്മുടെ ചട്ടിയിലെല്ലാം കൂടി കൊണ്ട് കേട്ടോ. ഞാൻ ഓർത്ത് ഞാൻ കൊള്ളിക്കും. ആ ഉപ്പുമൊക്കെ ഇട്ട് ഇനി എന്നാണ് ഇടണ്ടേ? ഇത് നമ്മളൊന്ന് മൂടി വെക്കുക. അല്ല അത് ഇളക്കണ്ടേ? അപ്പൊ അത് വെള്ളം വലിയുമ്പോ നമുക്ക് ഇളക്കി കൊടുത്താൽ മതിയാ? ആ അല്ലാതെ ഇളക്കിയാൽ താഴെ പോവില്ലേ? ഇളക്കിയ താഴ്പ്പ് പിന്നെ അടിക്കിടക്ക് അതുണ്ടോ വാടുന്നുണ്ടോ? ആ ആ ആ ശരി ശരി. അപ്പൊ ഇനി ഇത് വേകട്ടെ അല്ലേ? നമ്മൾ സത്യത്തിൽ ഇങ്ങനെയുള്ള ചീരല വെക്കുന്ന പിന്നെ പറ്റിയ തണ്ട് നീളത്തിലെഴുതിട്ട് ഇത്തരം നീളത്തിൽ ആ അത് ആദ്യമേ കടുക് വറുത്ത് വേറെ വേവ് വേറെ വേവിച്ചിട്ട് വെള്ളം ഒഴിക്കും. അത് തണ്ടിന് വേവ് കൂടുതലുണ്ട്. ആ ആ അപ്പൊ തണ്ടിന് മൂപ്പ് കുറവായോണ്ടാ ഇങ്ങനെ വയ്ക്കുന്നത്. ആ ഇങ്ങനെ രണ്ട് രീതി ചെയ്യാം. രണ്ട് രീതി ചെയ്യാം. അപ്പൊ ഇനി ഇത് വേകട്ടെ അല്ലേ? ഇനി വേറെ ആ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലേ? എന്നാലേ ആ ഉപ്പൊക്കെ ഇതാകുള്ളൂ. ഇതാവത്തു. ആ എന്നാ അപ്പൊ ഇത് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം. അത് വേണ്ട നേരത്ത് നമുക്ക് ഇതിന്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാം. ആ ചതച്ചെടുക്കുക. ആ ചെറുതായിട്ട് ചതച്ചടിക്കുകയാണല്ലേ? അപ്പൊ അതിനായിട്ട് മഞ്ഞപ്പൊടി വേണം, തേങ്ങ വേണം, മഞ്ഞപ്പൊടി അല്ലേ? പിന്നെ വേറെ എന്നാണ്? പിന്നെ നമുക്ക് 2 കഷ്ണം ജീരകം ഇടാം. ജീരകം ഇടാത്തവരും ഉണ്ട്. അതെ നമ്മുടെ ജീരകം ഇടത്തില്ലായിരുന്നു. ആ ഇനി ഒന്നോരോ ദിവസത്തിന് ഇട്ടേക്കാം. ജീരകം അതെന്നാണ് ശരണ്യ? ഒരു അള്ളി വെളുത്തുള്ളി അത് ഇടാവുള്ളൂ. അപ്പൊ ഇത്തരമാണ് നമ്മുടെ അരപ്പിനുള്ളത്. പിന്നെ നമുക്ക് ചുമന്നുള്ളി ചേർക്കാം. അതെ നമ്മൾ ചീരയിൽ ചുമന്നുള്ളി ചേർത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചേർക്കാത്തത്. ചേർക്കട്ടെ. അപ്പൊ ഇനി ഇത് ചതച്ചണ്ട് വന്നെ അല്ലേ? ചതച്ചുകൊണ്ട് വേണം. ശരണ്യ എന്തോ എവിടം വരെ നമ്മുടെ ചീര? വെന്തോ നമുക്കിത് നോക്കാം. ആ ഈ കുറച്ച് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ശരണ്യയുടെ അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്ന ചീരക്കറിയാണ് അല്ലേ? ഇങ്ങനെ അരച്ചെടുക്കാൻ അരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. ആണോ? കൂടുതൽ അരച്ചാൽ എല്ലാം കൂടെ അവിയൽ പരിപോകും. ഓ എന്റെ പൊന്നെ എന്ത് വലിയ പാചകക്കാരിയാണെന്നറിയാമോ? എത്ര കറക്റ്റായിട്ടാ പറയുന്നത്. കണ്ടാ കൂട്ടുകാരെ അങ്ങനെ നല്ല ആ അരപ്പൊക്കെ ചേർക്കുമ്പോൾ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ശരണ്യ അതെന്നാ ചിരിക്കണത്? അമ്മയും മകളും കൂടി ചിരിയ. ആണ് ഉടനെ ചിരി. അതിന് അതാണ് കൂട്ടുകാരി, ഇതിനും ചിരിയാണ്. അപ്പൊ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം അല്ലേ? നല്ല അടിപൊളി ചീരത്തോരനാണ്. എന്ത് തോന്നിയെന്നറിയാമല്ല ശരണ്യ വിട്ടു കൊടുത്ത്. കൊച്ചിന്റെ മനസ്സാ. ആഹാ അപ്പൊ കണ്ട കൂട്ടുകാരെ അങ്ങനെ ചീരത്തോരൻ നമ്മൾ അങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
വീണ്ടും ശരണ്യ ഏറ്റെടുത്തു. അപ്പോൾ നേരത്ത് കണ്ട സൂപ്പർ ചീരത്തോരൻ കാണുമ്പോൾ അറിയാൽ. പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇച്ചിരി ചീരത്തോരനൊക്കെ ആ പാത്രത്തിൽ വെച്ച് അല്ല ഞാൻ പറയട്ടെ, പാത്രത്തിലൊക്കെ വെച്ച് ഉച്ചക്ക് അത് തുറക്കുമ്പോ ആ ചോറൊക്കെ ചുമന്നിരിക്കും. അതെ അതെ, അത് തന്നെയല്ല ചീര എന്ന് വെച്ചാൽ ഒത്തിരി ഗുണമുള്ളതാണ്. അപ്പൊ എല്ലാരും കഴിക്കേണ്ടതല്ലേ. അപ്പൊ അതെ അമ്മ വീണ്ടും വന്ന് അതെ അപ്പൊ അതെ അതെ ഇന്ന് കഴിച്ചൊന്നും കാണിക്കുന്നില്ല കൂട്ടുകാരെ. അപ്പൊ കണ്ട അടിപൊളി ചീരയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര വേള് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ മറക്കരുത്. അമ്മക്കിടക്ക് എന്തോ ഒരു ചുമയൊക്കെ വന്നെന്ന് തോന്നണം അല്ലേ? ആ ഒരു അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ കൂട്ടുകാരെ ഓക്കെ ടാറ്റാ.